എവിടെ അഴിമതി കണ്ടാലും അത് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ അറിയിക്കാനുള്ള സംവിധാനം ജനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. അവൻ ആരാണ് പറയുന്നത് എന്നുള്ളത് പൂർണ്ണമായും കോൺഫിഡൻഷ്യലായി രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നതാണ്. ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്, ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ വിവിധ ശൃംഖലകളും നിറഞ്ഞു നിൽക്കുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത്രയും വലിയ വിപുലമായ ഒരു സർക്കാർ സംവിധാനത്തിൽ അഴിമതികൾ കണ്ടെത്തണമെങ്കിൽ അത് ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അഴിമതിക്കാരായ ഒരു ഉദ്യോഗസ്ഥനെയും ഞങ്ങൾ വെറുതെ വിടില്ല. അഴിമതിക്കാരായ നേതാക്കളെയും അത് ഉദ്യോഗസ്ഥന്മാരെയും തീർച്ചയായും ഈ ബ്യൂറോയുടെ കണ്ണുകൾ അവരുടെ പിന്നാലെ ഉണ്ടാകും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും മറ്റ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണെങ്കിലും അവരുടെ പിന്നാലെ അവരെ ബ്യൂറോ നിരീക്ഷിക്കും. ഒരു സംശയവും കാര്യത്തിലില്ല. പ്രോജക്ട് സീറോ ഉദ്ദേശിക്കുന്നത് പരിപൂർണമായും ജനങ്ങൾക്ക് അഴിമതിയില്ലാതെ അവർക്ക് സേവനങ്ങൾ എത്തുക എന്നുള്ളതാണ്. ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ കൈമടക്ക് കൊടുക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഒരു പാവപ്പെട്ടവനും പണം കൊടുക്കാതെ അവന്റെ പ്രശ്നങ്ങൾ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഉണ്ടായാൽ തന്നെ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ അതിന് കൈമടക്ക് കൊടുക്കേണ്ട അവസ്ഥ പലയിടത്തുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വിജിലന്റ് ആയ ഒരു പ്രവർത്തനം ആയിരിക്കും പ്രോജക്ട് സീറോയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. പലരും മടി കൊണ്ട് പറയാത്തതാണ്. പലർക്കും ഇതിന്റെ പിന്നാലെ പോയി ഇനിയും വഴക്കോ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയ ആളുകൾ മറക്കുന്നതാണ്. അവരുടെ കാര്യം പെട്ടെന്ന് നടക്കണമെങ്കിൽ പണം കൊടുക്കുക, കാര്യം നടത്തുക, പോവുക. ആ നിലപാടുകൾ ഉപേക്ഷിക്കണം. ഇത് സർക്കാരിൽ നിന്നുള്ള സേവനങ്ങൾ ജനങ്ങളുടെ അവകാശമാണ്, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളല്ല. ഇത് നമ്മുടെ അവകാശമാണ് എന്ന ബോധ്യം എല്ലാ പൗരന്മാർക്കും ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളെ അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് അഴിമതി ഇല്ലാതാകണമെങ്കിൽ ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം. അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ആരംഭിക്കുന്ന ഈ പ്രോജക്ട് സീറോ വലിയ വിപ്ലവം തന്നെ കേരളത്തിലുണ്ടാകും. ഭരണരംഗത്ത് ഉൾപ്പെടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കറപ്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുള്ള കറപ്ഷൻ ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ക്രൈംസ് തന്നെ ഇപ്പം സൈബർ ക്രൈംസ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കറപ്ഷനും. ഈ തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങളും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള കറപ്ഷനും വളരെ വ്യാപകമാണ്. അപ്പൊ അതിനെയെല്ലാം ഫലപ്രദമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് പ്രോജക്ട് സീറോ. ഇത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത്തരം സ്ഥലങ്ങൾ നേരത്തെ മനസ്സിലാക്കി അവിടെ അതിന് തടയിടുക എന്നുള്ളത്. ഇപ്പൊ വിജിലൻസ് എന്ന് പറയുന്നത് അഴിമതി നടന്നിട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വിൽ വർക്ക് ആസ് എ ഡിറ്ററന്റ്. അത് ആ നിലയിൽ പ്രവർത്തിച്ചാൽ അഴിമതി കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനും അഴിമതി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും നമ്മൾ മുൻകരുതൽ എടുക്കും, മുൻതൂക്കം നൽകും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം. അപ്പൊ പ്രൊജക്ട് സീറോ എന്ന് പറയുന്ന പദ്ധതി ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ അഴിമതിയെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ പരിപാടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിജിലൻസ് സംവിധാനം ഫലപ്രദമായി എന്നും എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ കുറെ പ്രവർത്തനം, പുതിയ ട്രാപ്പ് കേസുകൾ വരുന്നു. അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ കൂടി
ഊർജ്ജസ്വലമാക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ സർവീസിലും അതുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം മേഖലകളിൽ ഇവരുടെ സാന്നിധ്യവും കേസ് അന്വേഷണവും ഒക്കെ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയം ഇതിന്റെ ഈ ആന്റി കറപ്ഷൻ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഉദ്യോഗസ്ഥന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ സൗകര്യങ്ങളുടെ വർധനവ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ അധികങ്ങൾ ഉൾപ്പെടുത്തും. വിജിലൻസ് മാനുവൽ 1969 ഉണ്ടാക്കിയ മാനുവലാണ്. അടുത്ത എത്രയും പെട്ടെന്ന് ആ വിജിലൻസ് മാനുവലിൽ കാലോചിതമായ മാറ്റമുണ്ടാകും. വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കും. അതിനുള്ള ഡ്രാഫ്റ്റ് തയ്യാറായിട്ടുണ്ട്. അത് ഞാനൂടി പരിശോധിച്ച ശേഷം അതിന് അന്തിമമായ രൂപം വൈകാതെ നൽകുന്നതാണ്. ആ വിജിലൻസ് പ്രവർത്തിക്കേണ്ടത് വിജിലൻസ് മാനുവലിലൂടെയാണ്. ആ വിജിലൻസ് മാനുവൽ 69 ഉണ്ടാക്കിയ നിയമമായതുകൊണ്ട് പരിഷ്കരണം ആവശ്യമാണ്. ഇപ്പൊ ടെക്നോളജിയുടെ കാലഘട്ടമായതുകൊണ്ട് ധാരാളം മാറ്റങ്ങൾ അനിവാര്യമാണ്. അപ്പൊ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഡ്രാഫ്റ്റ് വിജിലൻസ് ഡയറക്ടർ തന്നെ മറ്റുദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് ആഭ്യന്തര വകുപ്പിന് അയച്ചിട്ടുണ്ട്. അത് ഞാൻ കൂടി പരിശോധിച്ച ശേഷം അതിന് അന്തിമമായ രൂപം നൽകുന്നതാണ്. ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം വിജിലൻസ് നേരിടുന്നത് PC ആക്ടിൽ വന്ന ഒരു അമെന്റ്മെന്റാണ്. പാർലമെന്റ് പാസ്സാക്കിയ PC ആക്ടിലെ അമെന്റ്മെന്റ് 17ഉം 19ഉം പലപ്പോഴും അഴിമതികൾ കണ്ടെത്താനും അഴിമതികൾ പെട്ട ആളുകളെ ശിക്ഷിക്കാനുമുള്ള പ്രയാസം നമുക്ക് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ നേരിടുന്നുണ്ട്. ഞാനതിനായി സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള ഒരാളാണ്. അതിൽ പറയുന്നത് ആരുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ മന്ത്രിയുടെയോ XMP, MP, MLA, XMLA മുതിർന്ന ഉദ്യോഗസ്ഥൻ അവരുടെയൊക്കെ പേരിൽ വിജിലൻസിന് കേസെടുത്ത് അന്വേഷിക്കണമെങ്കിൽ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ അനുവാദം വേണം. അതൊരു വലിയ ദുഷ്കരമായ കാര്യമാണ്. പലപ്പോഴും അത് കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അതാണ് ഇന്ത്യയിലെ അഴിമതി നിർമ്മാർജ്ജനം തടസ്സപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ് അത് മാറ്റാൻ വേണ്ടി ഞാൻ വ്യക്തിപരമായി നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ പരിസ്ഥിതിയിൽ കുറെ കൂടി വിജിലൻസിനെ ശക്തിപ്പെടുത്താൻ, വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനും അതോടൊപ്പം തന്നെ അഴിമതി കേസുകൾ വേഗത്തിൽ തീർക്കാൻ, അങ്ങനൊരു വലിയ ഒരു പരാതി ജനങ്ങൾക്കുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കുറ്റമൊന്നുമല്ല. പല കേസുകളും അന്വേഷിച്ചവർ കൊടുത്താൽ തന്നെ നിയമപരമായ തടസ്സങ്ങൾ, കോടതിയുടെ ഇടപെടല്, ആളുകൾ സുപ്രീം കോടതിയിൽ പോകുന്നത്, അങ്ങനെ നിരന്തരമായ പല കോടതികളെ സമീപിക്കുന്നതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഡിലേ ഉണ്ടാകുന്നു. ആ ഡിലേ പരമാവധി ഒഴിവാക്കാനും ഫലപ്രദമാക്കാനും കേസുകളുടെ കൈകാര്യം ചെയ്യുന്ന നടപടികൾ ഫലപ്രദമാക്കാനും ടെക്നോളജി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് വേഗത്തിലാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പൊതുവെ സംസ്ഥാനത്ത് അഴിമതി നടത്തുന്നവരെ അവരുടെ ചെവിക്ക് പിടിക്കാൻ കഴിയത്തക്ക നിലയിൽ വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രൊജക്ട് സീറോയ്ക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും പൂർണ്ണമായ പിന്തുണ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു വിസിൽ ബ്ലോവറായി പ്രവർത്തിക്കാം. അതൊക്കെ കേരളത്തിലെ പത്രപ്രവർത്തകരാണ് ഈ അഴിമതികളൊക്കെ കണ്ടെത്തി പറയുന്നത്. അത് കുറെ കുറഞ്ഞൊരു കാലഘട്ടമാണ്. അത് കുറഞ്ഞു വരുന്നുവെന്ന് എനിക്കൊരു സംശയം. അപ്പൊ ബിസിനസ്സിനെ സഹായിക്കാൻ നിങ്ങളും മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് എന്റെ ഒരു നിങ്ങളോടുള്ള അഭ്യർത്ഥന. അത് നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ വേഗത കുറയും. അപ്പൊ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും. കൈക്കൂലി കൊടുത്തിട്ടാണല്ലോ സ്പീഡപ്പ് ആക്കുന്നത്. അല്ല, കൈക്കൂലി കൊടുക്കാതെ തന്നെ സ്പീഡപ്പ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫയൽ നീക്കമൊക്കെ നിരീക്ഷിക്കാൻ കൈക്കൂലി കൊടുക്കാതെ തന്നെ സ്പീഡപ്പ് ആക്കണം, അതാണ് ലക്ഷ്യം. അതാണ് കൈക്കൂലി കൊടുത്താലേ സ്പീഡാവുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരൊന്നുമല്ല. കേരളത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന, നല്ല കാര്യക്ഷമതയുള്ള, പണം വാങ്ങാതെ പ്രവർത്തിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ട്. നല്ലൊരു ശതമാനം, ചെറിയൊരു ശതമാനമായിരിക്കും ഈ കൈക്കൂലിയും അഴിമതിയും കൊള്ളയൊക്കെ നടത്തുന്നത്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഈ വിജിലൻസ് എന്ന് പറയുമ്പോഴേ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ ശൃംഖലയാണ്. അപ്പൊ വിജിലൻസിനെ സംബന്ധിച്ച് അവർക്കൊരു പരിധി ഉണ്ടോ എന്നുള്ളതാണ്. സാധാരണ ഈ ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്നും
നേതൃഭാഗത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അഴിമതി മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴേക്കും അതിനൊക്കെ വിജിലൻസ് എത്രമാത്രം മുൻപോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം അവർക്ക് നൽകുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലത്തെ പോലെ ആയിരിക്കില്ല. വ്യത്യസ്തമായ സമീപനങ്ങളും ഞാൻ എല്ലാ കാലത്തും ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെല്ലാം ഞാൻ അവർക്ക് വിജിലൻസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം, ഈ കേസുകൾ വരും, കോടതിയിലേക്ക് പോകും, വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ട്രയൽ പൂർത്തിയാവുന്നത്. ഒരു ഉദ്യോഗസ്ഥർ ടോപ്പ് കേസിൽ പെട്ട് കഴിഞ്ഞാൽ 20ാമത്തെ വയസ്സിലേക്കാണ് അയാളുടെ അയ്യോ സാർ 10 വർഷം കൂട്ടിയോ 80 വയസ്സ്. അതാണ് ഒരു പ്രശ്നം. ഇവിടെ ഈ അഡ്വൈസേഴ്സിനും പ്രോസിക്യൂട്ടേഴ്സിനും രണ്ടായി തരംതിരിച്ചിരുന്നു ഇത്. പക്ഷേ വർഷങ്ങളായി ഈ പോസ്റ്റിംഗ് നടക്കാതെ താൽക്കാലിക പ്രോസിക്യൂട്ടേഴ്സാണ് വിജിലൻസ് കോടതികളിലുള്ളത്. അല്ല, അതിപ്പോ PSCക്ക് വിട്ടിരിക്കുകയാണ്. PSC വരുന്നവരെ ഉള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെ ശ്രദ്ധയിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അതിന് ഡയറക്ടർ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഹോം ഡിപ്പാർട്ട്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ വേഗത ചെയ്യും. കേസ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതിനോട് ചോദിച്ചത്. പല കേസുകളിലും ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാതെ കിടപ്പുണ്ട്. ഇപ്പൊ പാലാരിവട്ട അഴിമതി കേസ് 5 വർഷം റിപ്പോർട്ട് കൊടുത്തു, പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ട്. അപ്പൊ അതിലെ ആ പർട്ടിക്കുലർ കേസിൽ തന്നെ എന്തായിരിക്കും ഗവൺമെന്റ്? അല്ല, അത് എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അത് പരിശോധിക്കുന്നു. മിനിസ്റ്റർ ഇപ്പൊ സൂചിപ്പിച്ചത് ഈ ആക്ട് വലിയ തടസ്സമാണെന്ന് തോന്നുന്നു. പാർലമെന്റ് പാസാക്കിയ ആക്ട് താങ്കൾ തന്നെ നിയമ നടപടി പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി റിപ്പോർട്ടുണ്ട്, എന്നിട്ടും സാധിച്ചില്ല. അപ്പൊ അതെങ്ങനെയാ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് തടസ്സം അവർക്ക് വീട്ടും? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കല്ലേ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എല്ലാ വിജിലൻസ് സംവിധാനങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പാർലമെന്റ് ഡിബേറ്റ് പോലും നടന്നില്ല. ബഹളത്തിനാണ് പാസ്സാക്കിയതാണ്. ആരും അറിഞ്ഞു പോലും ഇല്ല. ഈ വിജിലൻസിന്റെ മിന്നൽ പരിശോധനകൾ സാറിന്റെ ചുമതലയ്ക്ക് തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ മണ്ണ് മാഫിയക്കെതിരെ, ഒപ്പം തന്നെ വില്ലേജ് ഓഫീസറുകൾ, സബ് ഓഫീസർ, അത്തരം ഭിന്ന പരിശോധന ഇനി തുടരുന്നത്? തീർച്ചയായും എനിക്ക് അവർക്ക് അധികാരമുണ്ടല്ലോ, അവർക്ക് അവകാശമുണ്ട്, അവരതൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ പേപ്പേഴ്സ് നീക്കണമെങ്കിൽ ഓരോ ഏജന്റുമാരുണ്ടാവും അവിടെ. അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ കൈക്കൂലി കൊടുത്ത് അവർ ശരിയാക്കുന്ന കുറച്ച് ഏജന്റുമാരുണ്ട് എല്ലാ ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ. അവര് തീർച്ചയായും അവരെ നമ്മൾ പിടിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾക്ക് പണം കൊടുക്കാതെ സർക്കാർ സേവനം കിട്ടുന്ന അങ്ങനെ കിട്ടുള്ളൂ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റും. ഒരു സംശയവുമില്ല. സാധാരണ ജനങ്ങൾക്കും പാവപ്പെട്ട ആളുകൾക്കും നീതി നിഷേധിക്കപ്പെടുന്നത് പണം കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. അത് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും ഇന്റേണൽ വിജിലൻസിനെ കൂടി ശക്തിപ്പെടുത്താൻ നമ്മൾ ഇപ്പൊ തീരുമാനിച്ചു. അവരോട് ആവശ്യപ്പെടാം. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് തന്നെ വിജിലൻസ് ഉണ്ട്. അവരോട് കാര്യമായി പ്രവർത്തിക്കണം. അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം നടത്താൻ ഇപ്പൊ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഡയറക്ടർ തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കേണ്ടത് സംബന്ധിച്ച് ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുന്നു. അല്ല, അങ്ങനെ ആ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുമല്ലോ. സ്വീകരിക്കാനുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും സ്വീകരിക്കാം. അങ്ങനെ ആൾക്ക് ഇളവുകൾ കൊടുക്കാറില്ല. പരമാവധി ഇളവുകൾ കൊടുക്കാതെ മുന്നോട്ട് പോവുക, മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി മാറുക. ഈ ഉദ്യോഗസ്ഥൻ അതിൽ അഴിമതി ചെയ്തതുകൊണ്ട് അയാളെ ഗവൺമെന്റ് അല്ലെങ്കിൽ വിജിലൻസ് ശിക്ഷിച്ചു എന്ന് വന്നാലേ മറ്റുള്ളവർ അങ്ങനെയില്ല. അങ്ങനെ ആരുടെ പിന്നാലെ പോകുന്നില്ല. അഴിമതി കണ്ടാൽ അത് നയമാണ്. എല്ലാവരും പിന്നാലെ നടന്ന് നിരീക്ഷിക്കുകയൊന്നും ചെയ്യില്ല. അഴിമതി ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന് നടപടിയെടുക്കും. പ്രോസിക്യൂഷൻ നടപടികൾ അനുമതി നൽകുന്നത് വേഗത്തിലാക്കും. ഒരുപാട് ഫയലുകൾ കെട്ടിക്കിടക്കുക. അല്ല, അത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുകളുമായി സംസാരിക്കും. അല്ല, ഡിജിറ്റൽ മേഖല കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണ പ്രവർത്തനം, അന്വേഷണ രീതികൾ മാറ്റുമെന്നാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ടുഗദർ വി ബിൽഡ് എ കറപ്ഷൻ ഫ്രീ കേരള എന്ന നിലയിലേക്ക് നമ്മൾ മാറണം. അപ്പം സർക്കാരിന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളിലും മറ്റു നടപടികളിലും പണം കൊടുത്താൽ മാത്രമേ ആനുകൂല്യം കിട്ടൂ എന്നുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ഡിറ്ററന്റായി വിജിലൻസ് പ്രവർത്തിക്കും. കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടാണ് ഈ പുതിയ പദ്ധതി പ്രൊജക്ട് 0 എന്ന പദ്ധതി ആരംഭിക്കുന്നത്.
സാർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ കിട്ടാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ? ഞങ്ങളിന്ന് പ്രോസിക്യൂഷൻ സാങ്ഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റുകളിൽ കിടക്കുന്ന കേസുകളെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായിട്ടെല്ലാം സംസാരിക്കാനാണ് ഇന്നൊരു അഭിപ്രായം വന്നത്. അത് സംസാരിക്കും. അങ്ങനെ പോലീസ് ഏകോപക്ഷി വേണ്ട. എങ്ങനെ വരും? രണ്ടുപേരും ജാഥ നടത്തി കല്യാണം പിന്നെ പോലീസ് എത്തിയിരുന്നു. പോലീസ് നിഷ്പക്ഷമായിട്ടേ പെരുമാറുള്ളൂ. പോലീസ് അങ്ങനെ ഏകപക്ഷീയമായിട്ടൊന്നും പെരുമാറില്ല. നമ്മൾ വിചാരിക്കുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് എല്ലാവരും അത് സഭയാണെങ്കിലും കേസു ആണെങ്കിലും എല്ലാവരും സമീപനം പാലിക്കണം. ആ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. രാത്രി മുഴുവനാണ് അത് സംഘർഷം കാരണം ആളുകൾക്ക് പോകാൻ പറ്റില്ല. എത്ര പേര് എന്നെ ഫോണിൽ വിളിച്ചു, സാർ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. മിനിസ്റ്റർ, ഈ ശബരിമല പ്രക്ഷോഭത്തിലെടുത്ത കേസുകൾ മുഴുവനും എഴുതിത്തുള്ളൂ, എങ്ങനെയാണ്? അല്ല, അതിനെപ്പറ്റി ഗവൺമെന്റ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഈ ക്യാബിനറ്റ് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചില കേസുകൾ ചിലപ്പം കോടതിയിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ കോടതിയിൽ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിൻവലിക്കാൻ പ്രയാസമായി. കോമ്പൗണ്ട് ചെയ്യാവുന്നത് ചെയ്യാൻ പറ്റുന്ന കേസുകൾ എന്താണെന്നുള്ളത് പരിശോധിക്കണം. രാമനാമജപം പറഞ്ഞതിന്റെ പേരിലാണ് ഒരുപാട് നിരവധി കേസുകൾ എടുത്തിട്ടുള്ളത്. അതത്ര എഴുതിയിട്ടുള്ളൂ. ഇല്ല, അത് പരിശോധിക്കും. ഏതെല്ലാം കേസുകളാണ് നമുക്ക് അല്ലെങ്കിൽ പിൻവലിക്കേണ്ടതെന്നുള്ളത് പരിശോധിക്കും. ഈ ക്രമസമാധാന ചുമതലയില്ലേ, അതും നമുക്ക് പരിശോധിക്കും. ക്രമസമാധാന ചുമതലയില്ലേ ഉദ്യോഗസ്ഥരെ നിയമിക്കുമല്ലേ, SHOമാരായി സബ് ഡിവിഷൻ ഓഫീസേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻസിനൊരു ഇന്റലിജൻസ് വിഭാഗമുണ്ട്. അപ്പോൾ അവർക്കും അറിയായിരിക്കാം എത്രത്തോളം ഉദ്യോഗസ്ഥരുടെ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ. അപ്പൊ വിജിലൻസിന്റെ ഒരു ക്ലിയറൻസോട് കൂടിയായിരിക്കും ഈ ലോക്കൽ. കഴിഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ കാലത്ത് പ്രധാനപ്പെട്ട തസ്തികകളിൽ ആളുകളെ വെക്കുമ്പോൾ വിജിലൻസിന്റെ ഒരു ക്ലിയറൻസ് വാങ്ങിക്കാറുണ്ട്. കഴിഞ്ഞ ഞാനങ്ങനെ ചെയ്തിരുന്നു. ചെയ്യാവുന്നതാണ് തീർച്ചയായും. ആലപ്പുഴയിൽ നടന്ന മറ്റേ ഇതില്ലേ രക്ഷാപ്രവർത്തനത്തിന്റെ SITയുടെ റിപ്പോർട്ട് DGPക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് DGP എന്നോട് പറഞ്ഞു. അപ്പം അത് ലഭിച്ചു, ഇന്നലെ രാത്രി ലഭിച്ചു എന്ന് എന്നോട് ഇൻഫോം ചെയ്യുകയുണ്ടായി, അറിയിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് DGP ആണ്. കാരണം ഇത് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു SIT രൂപീകരിക്കാനാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. 2 വർഷമായിട്ട് SIT രൂപീകരിച്ചില്ല. ക്യാബിനറ്റ് എന്നവർ പറഞ്ഞു SIT രൂപീകരിക്കണം. അങ്ങനെ SIT രൂപീകരിച്ചു. ആ SIT അന്വേഷിച്ച ശേഷം റിപ്പോർട്ട് ഇന്നലെ DGPക്ക് കൊടുത്തു. ആ റിപ്പോർട്ട് DGP പഠിച്ച ശേഷം തീരുമാനമെടുക്കും. അത് ഞാൻ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കണം എന്താണ്. അനാവശ്യമായി അങ്ങനെ സുമേഷ് അല്ലെ സുജിത്തിന്റെ മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. ഇപ്പൊ അതിന്റെ അന്വേഷിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്നാൽ അതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് നോക്കിയിട്ടില്ല. Can we expect a transparency that the public can directly contact your office in case of any corruption that they come across? Is there a provision for it? They can contact my office, or they can even contact the vigilance director or any. We have a number. We have a number. They have WhatsApp. Anybody can approach. Email. PACD. What is the newness of this particular project that you're bringing in compared to the previous? No, this is a project. This project is Project Zero. Together we let us build a corruption-free Kerala. So we have zero tolerance towards corruption. We wanted to eradicate corruption in all levels, especially when the public are approaching the government officials. There should not be any exchange of money for getting any benefit for the particular officer or that office.
So we want a corruption-free state, Kerala. That is the motto of the new government. Towards achieving that goal, we are starting this project. I know that it is not easy, but we are trying to eradicate corruption from the state. It will take time, and so that is why we are asking the full cooperation of the media and the general public also. Without the support of media and general public, we cannot eradicate this social evil corruption. With the support of the general public, I think that we can able to find a good, we can able to achieve this goal. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.